ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് അറിവിൻ്റെ പുതിയൊരു വീഡിയോ ഇട്ട് സ്വതം. അപ്പം ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഈ ആഴ്ച OTT പ്ലാറ്റ്ഫോമിൽ റിലീസിനെത്താൻ പോകുന്ന മലയാളം, തമിഴ്, ഹിന്ദി, തെലുങ്ക് ചിത്രങ്ങളുടെ അപ്ഡേറ്റ്സുകളാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഡയറക്റ്റ് OTT അടക്കം നിരവധി ചിത്രങ്ങളാണ് ഈ ആഴ്ച OTT പ്ലാറ്റ്ഫോമിൽ റിലീസിനെത്താൻ പോകുന്നത്. ഒന്നാമത്തെ ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ വെബ് സീരീസ് ആണ്. ലക്കി ദി സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ഏറ്റവും പുതിയ തമിഴ് വെബ് സീരീസ് ആണ്. GV പ്രകാശ് കുമാർ, അനശ്വര രാജൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി ഉദയ് മഹേഷ് അണിയിച്ചൊരുക്കിയ ഏറ്റവും പുതിയ വെബ് സീരീസാണ് ലക്കി ദി സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന വെബ് സീരീസ്. ഇപ്പോൾ ഈ വരുന്ന ഫെബ്രുവരി മാസം 20-ാം തീയതി ജിയോ ഹോട്ട്സ്റ്റാർ വഴി ഈ ഒരു സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കാൻ പോകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കാത്തിരിക്കാൻ ചിത്രത്തിനായിട്ട്. അടുത്തൊരു അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ കെന്നഡി എന്ന് പറയുന്ന ഹിന്ദി സിനിമയുടേതാണ്. അനുരാഗ് കശ്യപ് ഡയറക്ട് ചെയ്ത ചിത്രമായിരുന്നു കെന്നഡി എന്ന് പറയുന്ന സിനിമ. 2023 തിയേറ്ററിലെത്തിയ ചിത്രത്തിൽ രാഹുൽ ഭട്ട്, സണ്ണി ലിയോൺ, മോഹിത് തഡാൽക്കർ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങളൊന്നും സ്വന്തമാക്കിയതായിട്ട് അറിയാൻ സാധിക്കുന്നില്ല. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് C5 സ്വന്തമാക്കിയതായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട്. ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് ഈ വരുന്ന ഫെബ്രുവരി മാസം 20-ാം തീയതി C5 വഴി സ്ട്രീമിംഗ് നടത്താൻ പോകുന്ന ഇപ്പോഴത്തെ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തനത്തിനെ പുറത്തുവിട്ടിട്ടുണ്ട്. കാത്തിരിക്കുക ഈ ഒരു സിനിമയ്ക്കായിട്ട്. അടുത്തതായിട്ട് ഈ ആഴ്ച OTT പ്ലാറ്റ്ഫോമിൽ റിലീസിനെത്താൻ പോകുന്ന ചിത്രം നോക്കുകയാണെങ്കിൽ ഹോട്ട്സ്പോട്ട് ടു മച്ച് എന്ന് പറയുന്ന തമിഴ് ചിത്രമാണ്. വിഘ്നേഷ് കാർത്തിക് അണിയിച്ചൊരുക്കിയ ചിത്രമായിരുന്നു ഹോട്ട്സ്പോട്ട് ടു മച്ച് എന്ന് പറയുന്ന സിനിമ. ജനുവരി മാസം 20-ാം തീയതി തിയേറ്ററിലെത്തിയ ചിത്രം വലിയ വിജയങ്ങൾ സ്വന്തമാക്കിയതായിട്ട് അറിയാൻ സാധിക്കുന്നില്ല. റിയ ഭവാനി ശങ്കർ ആയിരുന്നു ഈ ഒരു സിനിമയെ കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ ഒരു സിനിമയുടെ OTT റൈറ്റ്സ് ഷോർട്ട് ഫ്ലിക്സ് എന്ന് പറയുന്ന ഒരു OTT പ്ലാറ്റ്ഫോം സ്വന്തമാക്കിയിട്ടുണ്ട്. ചിത്രം ഈ വരുന്ന ഫെബ്രുവരി മാസം 20-ാം തീയതി ഷോർട്ട് ഫ്ലിക്സ് എന്ന് പറയുന്ന OTT പ്ലാറ്റ്ഫോം വഴി സ്ട്രീമിംഗ് നടത്താൻ പോകുന്ന അറിയിച്ചിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ ശ്രീ ചിദംബരം ഗാരു എന്ന് പറയുന്ന തെലുങ്ക് ചിത്രത്തിൻ്റെതാണ്. വംശി തുമ്മുര, സന്ധ്യ വസിഷ്ഠ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി വിനയ് രത്നം അണിയിച്ചൊരുക്കിയ ചിത്രമായിരുന്നു ശ്രീ ചിദംബരം ഗാരു എന്ന് പറയുന്ന സിനിമ. ഫെബ്രുവരി മാസം 6-ാം തീയതി തിയേറ്ററിലെത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങൾ സ്വന്തമാക്കിയതായിട്ട് തോന്നുന്നില്ല. ഇപ്പോഴത്തെ ചിത്രത്തിന് OTT റൈറ്റ്സ് ETV വിൻ സ്വന്തമാക്കിയതായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട്. ചിത്രം ഈ വരുന്ന ഫെബ്രുവരി മാസം 19-ാം തീയതി, അതായത് വ്യാഴാഴ്ച സ്ട്രീമിംഗ് നടത്താൻ പോകുന്ന അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ഒരുപക്ഷെ നമുക്ക് തെലുങ്ക് ഭാഷയിൽ മാത്രമേ ഈ ഒരു സിനിമ കാണാൻ സാധിക്കത്തുള്ളൂ. അടുത്തൊരു അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ തെലുങ്കിൽ നിന്നുള്ള മറ്റൊരു ചിത്രം തന്നെയാണ്. രവിതേജ കേന്ദ്ര കഥാപാത്രമെത്തിയ ചിത്രമായിരുന്നു മഹാസായുരുക്ക് വിജ്ഞാപതി എന്ന് പറയുന്ന ചിത്രം. ചിത്രത്തിന്റെ പേര് പറയുന്നതിന് ഇച്ചിരി കഷ്ടപ്പാടായിരുന്നു. ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങളൊന്നും തന്നെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. രവിതേജയ്ക്ക് ഇപ്പം തന്നെ ആക്ഷിക രകാന്ത്, ഡിംപിൾ ഹയാദി തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമെത്തിയ ചിത്രം കിഷോർ തിരുമലയായിരുന്നു ഡയറക്ട് ചെയ്തിട്ടുണ്ടായത്. ഇപ്പോൾ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് C5 സ്വന്തമാക്കിയതായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട്. C5 വരുന്ന ഫെബ്രുവരി മാസം 20-ാം തീയതി ഈ ഒരു സിനിമയെ സ്ട്രീമിംഗ് നടത്താൻ പോകുന്ന അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളായിട്ട് OTT പ്ലാറ്റ്ഫോമിൽ റിലീസിനെത്താൻ പോകുന്ന ചിത്രങ്ങളെക്കുറിച്ച് നോക്കാം. ഷെയ്നത്തെ കേന്ദ്ര കഥാപാത്രയ്ക്ക് ഉണ്ണി ശിവരംഗു അണിയിച്ചൊരുക്കിയ ചിത്രമായിരുന്നു ബൾട്ടി എന്ന് പറയുന്ന സിനിമ. വമ്പൻ താരനിരയിലെത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ അത്യാവശ്യം നല്ലൊരു കളക്ഷനൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റിലീസായിട്ട് നിരവധി സിനിമാ പ്രേമികളാണ് കാത്തിരിക്കുന്നത്. ആമസോൺ പ്രൈം വീഡിയോസ് OTT റൈറ്റ്സ് സ്വന്തമാക്കിയ ചിത്രത്തിനെ ഒരുപക്ഷെ നമുക്ക് ഈ വരുന്ന ഫെബ്രുവരി മാസം 20-ാം തീയതി കാണാൻ സാധിക്കുന്നത് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ പൃഥ്വിരാജ് സുകുമാരൻ കേന്ദ്ര കഥാപാത്രത്തിൽ ഡിസംബർ മാസം 25-ാം തീയതി തിയേറ്ററിലെത്തിയ ചിത്രമായിരുന്നു വിരാജ് ബുദ്ധ എന്ന് പറയുന്ന സിനിമ. പൃഥ്വിരാജിനോടൊപ്പം തന്നെ ഷമ്മിത്തിലേയും കേന്ദ്ര കഥാപാത്രമെത്തിയ ചിത്രം നവാഗതനായ ജയൻ നമ്പിയാരായിരുന്നു അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു പരാജയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നെങ്കിലും ചിത്രത്തിന്റെ OTT റിലീസിനായിട്ട് നിരവധി സിനിമാ പ്രേമികളാണ് കാത്തിരിക്കുന്നത്. ഇപ്പോൾ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഒക്കെ ആമസോൺ പ്രൈം വീഡിയോസ് സ്വന്തമാക്കി അറിയാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഡേറ്റ് കൺഫേം ആയിട്ടില്ല. ഒരുപക്ഷെ നമുക്ക് ഈ വരുന്ന ആഴ്ച അല്ലെങ്കിൽ അതിന്റെ പിറ്റേ ആഴ്ചയായിട്ട് ഈ ഒരു സിനിമ കാണാൻ സാധിക്കുന്നത് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ മലയാള സിനിമാ പ്രേമികൾ കാത്തിരുന്ന 2 സിനിമകളുടെ കൺഫേംഡ് അപ്ഡേറ്റ്സുകൾ ലഭ്യമായിട്ടുണ്ട്. പാതിരാത്രി എന്ന് പറയുന്ന മലയാള ചിത്രത്തിൻ്റെതാണ് ഒന്ന്. നവ്യ നായർ, സൗബിൻ ഷാഹിർ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി രതീന PT ഡയറക്ട് ചെയ്ത ചിത്രമായിരുന്നു പാതിരാത്രി എന്ന് പറയുന്ന സിനിമ. 2025 ഒക്ടോബർ മാസം തിയേറ്ററിലെത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങൾ സ്വന്തമാക്കിയെങ്കിലും മികച്ച അഭിപ്രായങ്ങൾ ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചിത്രത്തിന്റെ OTT റിലീസ് തീയതി പുറത്തുവിട്ടിരിക്കുകയാണ്. C5 OTT റൈറ്റ്സ് സ്വന്തമാക്കിയ ചിത്രം ഈ വരുന്ന ഫെബ്രുവരി മാസം 20-ാം തീയതി സ്ട്രീമിംഗ് നടത്താൻ പോകുന്ന അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 2026 ആദ്യത്തെ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിട്ട് മാറിയ ചിത്രമായിരുന്നു ചത്താപ്പച്ച എന്ന് പറയുന്ന സിനിമ. യുവതാരങ്ങൾ ശ്രദ്ധേയരായിട്ട് മാറിയിട്ടുണ്ടായിരുന്ന അർജുൻ അശോകൻ, വിശാഖ് നായർ, റോഷൻ മത്ത് തുടങ്ങിയവർക്കൊപ്പം തന്നെ മമ്മൂട്ടിയും കമിയറുള്ളെത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സ് ഈ വരുന്ന ഫെബ്രുവരി മാസം 19-ാം തീയതി ഈ സിനിമയെ സ്ട്രീമിംഗ് നടത്താൻ പോകുന്ന അറിയിച്ചിട്ടുണ്ട്. കാത്തിരിക്കാൻ ചിത്രത്തിനായിട്ട്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ തുടങ്ങിയ 5ഓളം ഭാഷകളിലായിട്ട് നമുക്ക് ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്തരം ചിത്രങ്ങളുടെ കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് ലഭ്യമായിരിക്കുന്നത്. അപ്പോൾ ഈ ലിസ്റ്റിലുള്ള ചിത്രങ്ങളിൽ ഏത് സിനിമ കാണാൻ വേണ്ടിയാണ് നിങ്ങൾ പ്രേക്ഷകർ കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. അതോടൊപ്പം ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങളും ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളും അറിയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക.